ഷക്കൽ ഖമർ, അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു. ഇതാണ് ഈ വാക്യം. ഈ വാക്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇവിടെ ചന്ദ്രൻ പിളർന്നു, അന്ത്യദിനം അടുത്തു എന്നാണ് പറയുന്നത്. ഇത് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് അന്നത്തെ മക്കക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് മുഹമ്മദ് ഒരു മോജിസത്ത് അല്ലെങ്കിൽ ഒരു അത്ഭുത വൃത്തി കാണിച്ചു കൊടുത്തു എന്നതിൻ്റെ ഉദാഹരണമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ ഇന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. മുമ്പും അങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് വസ്തുത? വസ്തുത എന്താണ് എന്ന് ഖുർആൻ ഒരു ആവർത്തി വായിച്ച ആർക്കും ബോധ്യമാകും. മുഹമ്മദ് മക്കയിൽ കാണിച്ചു കൊടുത്ത ഒരു ദൃഷ്ടാന്തം എന്ന നിലക്കല്ല ഇവിടെ ചന്ദ്രൻ പിളർന്നു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അതായിരുന്നെങ്കിൽ ഖുർആനിൽ തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ ഒരുപാട് അതിൻ്റെ തെളിവുകൾ നമ്മൾ കാണുമായിരുന്നു. എന്നാൽ ഇവിടെ ഖുർആനിൽ കാണുന്ന തെളിവുകൾ വെച്ച് ഇത് മുഹമ്മദ് അന്ന് മക്കക്കാരെ കാണിച്ചു കൊടുത്ത ഒരു അത്ഭുതവൃത്തി അല്ല എന്നാണ് വ്യക്തമാകുന്നത്. എന്നു മാത്രമല്ല, ഈ പറഞ്ഞ വാക്യം ഇഖ്തറബത്തി സാഅത്തു വൻഷക്കൽ ഖമർ എന്ന് പറയുന്ന ഈ ഒരു കവിതാശകലം മുഹമ്മദിൻ്റെ മുമ്പ് തന്നെ അവിടെ ജാഹിലിയ അറബികൾ പാടിക്കൊണ്ട് നടക്കുകയും കഅബയിൽ കെട്ടിത്തൂക്കുകയും ഒക്കെ ചെയ്തിരുന്ന കവിതകളിൽ ഉണ്ടായിരുന്ന ഒരു വരിയാണ് എന്ന് പല അറബി സാഹിത്യ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഞാൻ പല പുസ്തകങ്ങളിലും അത് വായിച്ചിട്ടുണ്ട്. ഇമ്രുൽ ഖൈസിൻ്റെ കവിതാ സമാഹാരത്തിൽ അദ്ദേഹത്തിൻ്റെ വരികളായിട്ട് ഈ വരി ഉണ്ടായിരുന്നു എന്നാണ് അറബി സാഹിത്യം പഠിച്ചവരൊക്കെ പറയുന്നത്. അപ്പോൾ മുഹമ്മദ് ഇങ്ങനെ ഒരു വരി ഇമ്രുൽ ഖൈസിൻ്റെ കവിതയിൽ നിന്ന് മോഷ്ടിച്ച് ഖുർആൻ്റെ വെളിപാട് എന്ന രൂപത്തിൽ അവതരിപ്പിച്ചു എന്നല്ലാതെ ഇത് മുഹമ്മദ് കാണിച്ചു കൊടുത്ത ഒരു അത്ഭുത വൃത്താന്തത്തെക്കുറിച്ചുള്ള ഒരു വാക്യമേ അല്ല. ഇവിടെ ഖുർആൻ്റെ മുഫസ്സിറുകൾ തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരിൽ ചില ആളുകൾ ഒരു ദുർബലമായ ഹദീസ് പൊക്കി കാണിച്ചുകൊണ്ട് ഇത് മുഹമ്മദ് കാണിച്ച അത്ഭുതമാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ മറ്റു പല മുഫസ്സിറുകളും പറയുന്നത് ഇത് വരാനിരിക്കുന്ന ലോകാവസാനത്തിൻ്റെ ലക്ഷണമായി ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന നിലക്ക് ഭൂതകാലക്രിയയിൽ പറഞ്ഞു പോയതാണ് എന്നാണ്. അങ്ങനെ ഭൂതകാലക്രിയയിൽ ഭാവി കാലം പറയുക എന്നതൊക്കെ അറബി സാഹിത്യത്തിൽ പതിവുള്ള കാര്യമാണ്. ആ രീതിയിൽ പറഞ്ഞതാണ് എന്നാണ് ഒരു അഭിപ്രായം. എന്നാൽ ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇമ്രുൽ ഖൈസിൻ്റെ കവിതയിൽ ഈ വരികൾ ഉണ്ടായിരുന്നു എന്നതുകൂടി പരിഗണിക്കുമ്പോൾ അന്നത്തെ അറബികൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പൂർവീക കെട്ടുകഥ, ഒരു അന്ധവിശ്വാസം മാത്രമാണ് ഇത് എന്നാണ്. അങ്ങനെ ഏതോ കാലത്ത് ഒരുപാട് അത്ഭുതങ്ങളുടെ കഥകൾ ഈ അറേബ്യയിലൊക്കെ പ്രചരിപ്പിച്ചിരുന്നതിൻ്റെ ഭാഗമായി ഏതോ ഒരു കാലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ചിലപ്പോൾ അറബികൾ അവിടെ വിശ്വസിച്ചിരുന്നിരിക്കാം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്രുൽ ഖൈസിൻ്റെ കവിതയിലും മറ്റ് കവിതകളിലൊക്കെ ഈ ഒരു സംഭവം വരികളായിട്ട് വന്നിട്ടുണ്ടാവാം. ആ വരി കേട്ടപ്പോൾ മുഹമ്മദും അവിടെ പ്രചാരത്തിലുള്ള ഒരു കെട്ടുകഥ എന്ന നിലക്ക് മുൻകാലത്ത് സംഭവിച്ച അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഒരു അത്ഭുതം എന്ന നിലക്ക് ഖുർആനിൽ ഇങ്ങനെ ഒരു വരി അവതരിപ്പിച്ചതായിരിക്കാനാണ് സാധ്യത. ഇത് മുഹമ്മദിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു അത്ഭുതം കാണിച്ചിട്ടില്ല എന്നതിൻ്റെ ഖുർആനിൽ തന്നെയുള്ള തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. ഖുർആനിൽ ഈ അധ്യായം അവതരിച്ചതിന് ശേഷം അവതരിച്ച നിരവധി അധ്യായങ്ങളിൽ മുഹമ്മദ് ഒരു അത്ഭുതവും കാണിച്ചിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. സമയക്കുറവ് കൊണ്ട് അധിക ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. ഒന്ന് രണ്ടെണ്ണം മാത്രം കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഖുർആനിലെ ഇസ്രാ എന്ന അധ്യായം, അത് 17-ാമത്തെ അധ്യായം. ഇത് ഈ പറയുന്ന 54-ാം അധ്യായമായ ഖമർ ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയതാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അങ്ങനെ ഇത് ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയ ഇസ്രാ എന്ന അധ്യായത്തിലെ 59-ാമത്തെ വാക്യം നോക്കുക. നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിന് നമുക്ക് തടസ്സമായത് പൂർവീകന്മാർ അത്തരം ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു എന്നത് മാത്രമാണ്. നാം സമൂത് സമുദായത്തിന് പ്രത്യക്ഷ ദൃഷ്ടാന്തമായി കൊണ്ട് ഒട്ടകത്തെ നൽകുകയുണ്ടായി. എന്നിട്ട് അവർ അതിൻ്റെ കാര്യത്തിൽ അക്രമം പ്രവർത്തിച്ചു. ഭയപ്പെടുത്താൻ മാത്രമാകുന്നു നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത്. ഇവിടെ അന്ന് മുശരിക്കുകൾ വീണ്ടും
ദൃഷ്ടാന്തം കാണിക്ക് എന്ന ആവശ്യവുമായി മുഹമ്മദിൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തപ്പോൾ അതിന് പറയുന്ന മറുപടിയാണിത്. ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിന് തടസ്സമായത് പണ്ട് കാലത്ത് അങ്ങനെ ദൃഷ്ടാന്തങ്ങൾ അയച്ചിട്ടും ആളുകൾ നിഷേധിച്ചു കളഞ്ഞു എന്നത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൃഷ്ടാന്തങ്ങൾ അയക്കാൻ കഴിയാത്തതിനുള്ള മുറിന്യായം അവതരിപ്പിക്കുകയാണ് ഇവിടെ. അപ്പോൾ മുമ്പ് ഈ ആയത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മുഹമ്മദ് ഇങ്ങനെ ചന്ദ്രൻ പുലർത്തിക്കൊണ്ട് വലിയൊരു അത്ഭുതം അവിടെ കാണിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും ഇങ്ങനെ ആയത്ത് പിന്നെ ഇറങ്ങേണ്ട കാര്യമല്ല. കാരണം നിങ്ങൾക്ക് ഞാൻ ഇത്രയും വലിയ അത്ഭുതം കാണിച്ചു തന്നില്ലേ, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് അറബികളോടാണ് പറയേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും ദൃഷ്ടാന്തം കാണിച്ചു തരൂല, കാണിച്ചു തരാതിരിക്കാൻ കാരണം നിങ്ങൾക്ക് മുമ്പ് പൂർവീകരുടെ കാലത്ത് ദൃഷ്ടാന്തം കാണിച്ചിട്ട് ഒരു ഫലം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്കും കാണിച്ചു തരില്ല എന്നുള്ള മുറിന്യായം മുട്ടുന്യായം ഇവിടെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ഖമർ എന്ന സൂറത്ത് ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയ അധ്യായത്തിലാണ് ഇത് പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ഖമറിൽ പറയുന്ന ഈ ചന്ദ്രൻ പുലർന്നു എന്നത് മുഹമ്മദ് അവിടെ കാണിച്ച ദൃഷ്ടാന്തമല്ല എന്ന് വ്യക്തമാണ്. തീർന്നില്ല. ഇനി ഇതേ അധ്യായത്തിൽ നോക്കൂ, 90 മുതലുള്ള വാക്യങ്ങൾ വായിച്ചുതരാം. ഇതേ അധ്യായത്തിൽ, ഇസ്രാ എന്ന അധ്യായത്തിൽ അവർ പറഞ്ഞു, ഈ ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഒരു ഉറവ് ഒഴുക്കിത്തരുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല. അല്ലെങ്കിൽ നിനക്ക് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടമുണ്ടായിരിക്കുകയും അതിനടിയിലൂടെ നീ സമൃദ്ധമായി അരുവികൾ ഒഴുക്കുകയും ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ നീ ജൽപ്പിച്ചതുപോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തുന്നത് വരെ, അല്ലെങ്കിൽ അള്ളാഹുവേയും മലക്കുകളെയും കൂട്ടം കൂട്ടമായി നീ കൊണ്ടുവരുന്നത് വരെ, അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ ആകാശത്ത് കൂടി നീ കയറിപ്പോകുന്നത് വരെ, ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഞങ്ങളുടെ അടുത്തേക്ക് നീ ഇറക്കിക്കൊണ്ടുവരുന്നത് വരെ നീ കയറിപ്പോയതായി ഞങ്ങൾ വിശ്വസിക്കുകയേയില്ല. പറയുക, എൻ്റെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ, ഞാനൊരു മനുഷ്യൻ മാത്രമായ ദൂതനല്ലേ. അപ്പോൾ ഒരു ദൃഷ്ടാന്തവും കാണിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഇവിടെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല, ഞാൻ വെറും ഒരു മനുഷ്യനായ ദൂതൻ മാത്രമല്ലേ എന്ന നിസ്സഹായമായിട്ട് മറുപടി പറയാനാണ് ഇവിടെ പടച്ചോൻ തന്നെ ഉപദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് ഒരു ദൃഷ്ടാന്തവും കാണിച്ചിട്ടില്ല, മുഹമ്മദിന് ഒരു ദൃഷ്ടാന്തവും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അവസാനം മുഹമ്മദ് ഞാൻ വെറും ഒരു മനുഷ്യൻ മാത്രമല്ലേ, എനിക്കൊരത്ഭുതവും കാണിക്കാനുള്ള കഴിവില്ലല്ലോ എന്ന് പറഞ്ഞ് കൈമലർത്തുന്നതാണ് ഖുർആനിൽ സൂറത്തുൽ ഖമർ ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയ അധ്യായത്തിൽ തന്നെ ആവർത്തിച്ച് പറയുന്നത്. ഈ അധ്യായത്തിൽ മാത്രമല്ല, ഇനിയും ഒരുപാട് അധ്യായങ്ങളിൽ ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് നബി ചന്ദ്രനെ പുലർത്തി കാണിച്ചു എന്ന് പറയുന്നത് ഇന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു പച്ചക്കള്ളമാണ്, അത് ഖുർആൻ വിരുദ്ധമാണ് എന്ന് വ്യക്തമാണ്. ഇനി വേറെയും തെളിവുകളുണ്ട്. പണ്ഡിതന്മാർ തന്നെ മറ്റനേകം തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. CN അഹമ്മദ് മൗലവി ഉൾപ്പെടെയുള്ള വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഭാവിയിൽ വരാൻ പോകുന്ന അന്ത്യദിനത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞതാണ് എന്നാണ് പല പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഇത് ഇംറുൽ ഖൈസിൻ്റെ കവിതയിൽ നിന്ന് മോഷ്ടിച്ച് മുഹമ്മദ് ഖുർആനിൽ ഫിറ്റ് ചെയ്തതാണ്. ഇംറുൽ ഖൈസിൻ്റെ കവിതയിൽ ഇങ്ങനെ ഒരു വരി വരാൻ കാരണം ഒരു പക്ഷേ ചന്ദ്രൻ പിളർന്നു എന്ന ഒരു അത്ഭുതം പണ്ട് കാലത്ത് എപ്പോഴെങ്കിലും അറബികൾ അവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇംറുൽ ഖൈസ് എഴുതി വെച്ച വരിയായിരിക്കാം ഇത്. അതെടുത്തിട്ട് മുഹമ്മദ് കോപ്പി അടിക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ യാതൊരു അത്ഭുതവും മുഹമ്മദ് കാണിച്ചിട്ടില്ല എന്ന് ഖുർആൻ തന്നെ വ്യക്തമായി ആവർത്തിച്ച് തെളിയിക്കുന്നുണ്ട്. ഇതാണ് ചന്ദ്രൻ പിളർന്നു എന്ന ഈ ഒരു വാക്യത്തെക്കുറിച്ച് പറയാൻ